ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരേലിയ പ്ലാന്റിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാലോ. അരേലിയ പ്ലാന്റ് പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 വെറൈറ്റിയാണ് ഉള്ളത്. നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അരേലിയ പ്ലാന്റ്. അപ്പോൾ എല്ലാവരുടെ ഒരു കംപ്ലയിൻ്റാണ് അരേലിയ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ശരി തന്നെയാണത്, പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തണ്ട് ചീയലൊക്കെ വരും. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് എങ്ങനെ പിടിപ്പിക്കണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ബോട്ടിലിൽ ഒരു 2 തണ്ട് കുത്തിയതാണ്. നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അരേലിയ പ്ലാന്റ് നമ്മൾ നടാൻ വേണ്ടി അതിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല മൂത്ത തണ്ടുകൾ എടുക്കരുത് കേട്ടോ. ഇടത്തരം തണ്ടുകൾ എടുക്കണം, കിളുന്ത് തണ്ടും എടുക്കരുത്. രണ്ടിൻ്റെയും ഇടത്തരമായി നിൽക്കുന്ന തണ്ടുകൾ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ആ തണ്ടുകൾ 2-3-4 കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബുഷിയായിട്ടാണ് വളർത്തേണ്ടതെങ്കിൽ ഒരു വലിയ പോട്ടിൽ നമുക്കത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കുത്തി വെക്കണം കേട്ടോ. കണ്ടു, ഇതൊക്കെ ഞാൻ അതുപോലെ പിടിപ്പിച്ചതാണ്. 2-3-4 കടകളുണ്ട് കേട്ടോ ഇതിൽ. അതുകൊണ്ടാണ് ഈ പോട്ടിൽ തന്നെ നല്ല ബുഷായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മത് ആ സ്റ്റെംസ് അതിൽ കുത്തിയതിന് ശേഷം നമുക്ക് അധികം വെയിലും മഴയും കൊള്ളാത്ത ഷെയ്ഡിൽ വേണം വെക്കാൻ വേണ്ടി. 2 ദിവസം ഇടവിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 3 ദിവസം ഇടവിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, അധികം നനവ് പാടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ തണ്ടിന് വേര് പിടിക്കുന്നത് വരെ വളങ്ങളൊന്നും നമുക്ക് കൊടുക്കരുത് കേട്ടോ. വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു ഫംഗസോ ചാണാപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ സ്റ്റെംസിനെ ബാധിച്ച് പെട്ടെന്ന് തന്നെ അത് അഴുകി പോവുകയെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ നമുക്ക് വളം വേരൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ജൈവ വളങ്ങൾ കൊടുക്കാം. പച്ചക്കറിയുടെ വേസ്റ്റോ ചാണാപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ മതി. ഇതിന് അമിതമായിട്ട് ഇലച്ചെടികൾക്ക് നമ്മൾ വളം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വളം എപ്പോഴും നമുക്ക് കൊടുക്കുന്നത് പൂച്ചെടികൾക്കാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെറിയൊരു പോട്ടിൽ നട്ടു വെച്ചേക്കുന്നതാണ് കണ്ടോ. ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ച് നട്ടതാണ്. ഇവിടെ ഞാനൊരു സ്റ്റെം കുത്തിയിട്ടുണ്ട്, അതും നല്ലതുപോലെ പിടിച്ച് വരണുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിത് സൂക്ഷിക്കാത്ത കാരണമാണ് ഇത് പെട്ടെന്ന് തന്നെ ചീത്തായി പോണത്. പിന്നെ ഇത് നമ്മൾ നടുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ നട്ട കൊമ്പിന് വല്ല ചീയല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയേക്കണം. അല്ലാണ്ട് അതിൻ്റെ കൂടെ ബാക്കി കമ്പുകളും കൂടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും അത് ബാധിക്കും കേട്ടോ. ഇത് അരേലിയയുടെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മതിലൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് വേലിയായിട്ട് ഇതുപോലെ അരേലിയ പ്ലാന്റ്സ് ഇങ്ങനെ നട്ട് വെച്ചേക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും അതിനൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ അരേലിയ പ്ലാന്റ് നല്ല എല്ലാവരും ഗാർഡനിലൊക്കെ നടാൻ തുടങ്ങി. ഈ പ്ലാന്റ് അങ്ങനെയാണ്, നല്ല മരം പോലെ ആവട്ടെ, നല്ല ഹൈറ്റ് വെച്ച് പോകും. ഞാനിപ്പോൾ ഇത് പോട്ടി വെച്ചേക്കണ കാരണമാണ്. പിന്നെ ഇതിൻ്റെ ഈ മഞ്ഞ കളറിൽ വന്ന ലീവ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിലിങ്ങനെ വെച്ചേക്കണ കാരണം കേട്ടോ. അതൊക്കെ മഴയത്ത് ഇരുന്ന് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അരേലിയ പ്ലാന്റിന്. ഞാൻ മഴയത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് കേട്ടോ വൈറ്റ് അരേലിയ. അത് ഞാൻ വെയിലത്തും വെക്കും, ഷെയ്ഡിലും വെച്ചിട്ടുണ്ട്. എന്നാലും വെയിലത്തായാലും മഴയത്തായാലും ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പം പറ്റത്തില്ല കേട്ടോ. ഈ ചെടിയുടെ ലീവ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. കുറേ തളിരിലകളൊക്കെ ഇങ്ങനെ വരണുണ്ട്. വൈറ്റ് അരേലിയാണ് എപ്പോഴും കാണാൻ കുറച്ചും കൂടി ഭംഗി, നല്ല ബുഷിയായിട്ട് നിർത്താൻ നമുക്ക് നല്ലത് വൈറ്റ് അരേലിയാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ലാതെ വേറെ വളങ്ങളൊന്നും പ്രത്യേകിച്ച് ഇലച്ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.